ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫൈനൽ അക്കൗണ്ട്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ ആ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം നമ്പർ 1 നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഒരു വലിയ ടാസ്ക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക എന്നുള്ളത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പറയാൻ പറ്റില്ല നമുക്ക് എന്താ തയ്യാറാക്കേണ്ടതെന്നുള്ളത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി വരയ്ക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ലക്ഷ്മി കമ്പനി ലിമിറ്റഡ് ആസ് ഓൺ 31st March 2012. അങ്ങനെയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. 31st March 2012 ഒരു ട്രയൽ ബാലൻസ് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ ഐറ്റംസ് എവിടെയൊക്കെ വരുന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്കറിയാം. നമുക്ക് അതിൽ വരുന്നത് R1 എന്നുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് ആണ്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ അതർ ഇൻകംസ്, മറ്റ് ഇൻകംസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റോയൽറ്റി റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെയുള്ള എല്ലാ ഇൻകംസും അതർ ഇൻകംസ് R2 എഴുതാം. ഓക്കെ, പിന്നെ നമ്മൾ E1 പർച്ചേസ്, E2 ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, E3 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, E4 നമ്മൾ ഫിനാൻസ് കോസ്റ്റ്, E5 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, E6 അതർ എക്സ്പെൻസസ്. ഇത്തരം ഐറ്റംസ് ആയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഫിക്സഡ് അസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് സ്റ്റോക്ക് ഓൺ 31st March 2011 ആദ്യത്തെ ഐറ്റമാണ്. 31st March 2011. അപ്പോൾ 31st March 2012 ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 31st March 2012 ഈ ഡാറ്റ നമുക്ക് ക്ലോസിംഗ് ആണ്, ഇത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററിയിൽ എഴുതണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലെ SOPL, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, SOPL എന്നാണ് നമ്മൾ അതിന് ചുരുക്കി പറയുന്നത്. SOPL, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, SOPL. അപ്പോൾ SOPL എക്സ്പെൻസിൽ നമുക്ക് രണ്ടാമത് എഴുതേണ്ട, E2 എക്സ്പെൻസിൽ രണ്ടാമത് എഴുതേണ്ട ഐറ്റമാണ് 75,000. ഇത് മാത്രം എഴുതാൻ പോരാ, ഇതിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാൻ കൂടി വേണം. പിന്നെ സെയിൽസ് R1. ഓക്കെ, സെയിൽസ് R1 എഴുതേണ്ടതാണ്. പർച്ചേസ് E1 എഴുതേണ്ടതാണ്. E1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എക്സ്പെൻസിൽ ആദ്യത്തെ ഐറ്റം പർച്ചേസസ്. വേജസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അതിൽ E3 എഴുതേണ്ടതാണ്. അതായത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ എഴുതേണ്ടതാണത്. ഡിസ്കൗണ്ട് R2 എഴുതേണ്ടതാണ്. ക്രെഡിറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അത് നോൺ കറണ്ട് അസറ്റ്സിൽ എഴുതേണ്ടതാണ്. നോൺ കറണ്ട് അസറ്റ്സ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്നതാണ്. അത് സാലറീസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ വരുന്നു. ഓക്കെ, റെൻറ്റ് അതർ എക്സ്പെൻസിൽ എഴുതാം. സൺഡ്രി എക്സ്പെൻസ് അതർ എക്സ്പെൻസിൽ എഴുതാം. ഓക്കെ, ദെൻ സർപ്ലസ് അത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആണ്. അപ്പോൾ ഇത് ഈ വർഷത്തെ അതർ ഇക്വിറ്റി തയ്യാറാക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇക്വിറ്റിയിൽ ആദ്യത്തെ ലൈഫിറ്റായ ഇക്വിറ്റിയിൽ രണ്ടാമത്തെ ഐറ്റം അതർ ഇക്വിറ്റിയിൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ വർക്കിംഗ് നോട്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതേണ്ട എമൗണ്ടാണ് 15,030. കൂടാതെ ഈ വർഷത്തെ പ്രോഫിറ്റ് കൂടി അതിനോട് കൂട്ടും. എന്നിട്ട് അതിന് ഡിവിഡൻഡ് പെയ്ഡോ ട്രാൻസ്ഫർ റിസർവ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം. അതാണ് നമുക്ക് അതിന് ചെയ്യാനുള്ളത് കേട്ടോ. ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് ടോട്ടലി നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഇതിൽ നിന്നല്ല കുറയ്ക്കേണ്ടത്, ഈ പ്രോഫിറ്റും പ്ലസ് ഈ വർഷത്തെ പ്രോഫിറ്റും കൂട്ടുക, അതിൽ നിന്ന് ഡിവിഡൻഡ് പെയ്ഡ് കുറയ്ക്കാം. ഓക്കെ, ദെൻ ഷെയർ ക്യാപിറ്റൽ ഈ നമ്മുടെ ലൈഫ്സ്റ്റൈലിൽ ഇക്വിറ്റിയിൽ ആദ്യത്തെ ഐറ്റമായിട്ട് വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ 1,00,000. ദെൻ ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് കറണ്ട് അസറ്റ്സിലും, അതായത് ട്രേഡ് റിസീവബിളിലും ക്രെഡിറ്റേഴ്സ് ട്രേഡ് പേയബിളിലും ഏതാണ്ട് ഐറ്റമാണ്. അതായത് കറണ്ട് അസറ്റ്സിലും കറണ്ട് ലൈബിലിറ്റീസിലും വരുന്നതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി, അതായത് എന്താണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PPE അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ചുരുക്കി പറയുന്നത്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അസറ്റ്സിൽ, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ, നോൺ കറണ്ട് അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ വരുന്നതാണത്. ഓക്കെ, ക്യാഷ് ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അതിൽ വരുന്നതാണ്. അതായത് കറണ്ട് അസറ്റ്സിൽ വരുന്ന ഐറ്റമാണ്. റിസർവ് നമ്മൾ അതർ ഇക്വിറ്റിയിൽ വരുന്ന ഐറ്റമാണ്, അതർ ഇക്വിറ്റിയിൽ വരുന്നത്. പിന്നെ പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ്, ഇതാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഐറ്റം. അപ്പോൾ ഈ ഐറ്റം വെച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ താഴെ 1-2 അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതൊന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2012 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ദാറ്റ് ഡേറ്റ്. ടേക്ക് ഇൻ ടു കൺസിഡറിങ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുതാനുള്ളൂ. 3 അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. അതിലൊന്ന് സ്റ്റോക്ക് ആസ് ഓൺ 31st March 2012 വാസ് ₹82,000. 82,000 രൂപയാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നമ്മളോട് 2 പ്രാവശ്യം എടുക്കേണ്ടി വരും. അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് അതിന് എൻട്രീസ് ചെയ്തിട്ടില്ല. എൻട്രീസ് ചെയ്താത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും റെക്കോർഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേഞ്ചസ് ഇൻ എൻട്രിയിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കണം. നമ്മൾ നേരത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാനുണ്ടെന്ന് പറഞ്ഞു. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, എന്നിട്ട് -0 വരികയാണെങ്കിൽ -0 ആയിട്ട് തന്നെ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. പിന്നെ ഇത് നമ്മൾ എവിടെ എഴുതും, ബാലൻസ് ഷീറ്റിൽ ഇൻവെൻറ്ററീസിൽ എഴുതും. ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സിൽ ഇൻവെൻറ്ററീസ് കൊണ്ട് ഒരു ഹെഡ് ഉണ്ട്, അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്,
അറ്റ് ദ റേറ്റ് ഓഫ് 10%. അതായത് ഫിക്സഡ് അസറ്റിന് 10% ഡിപ്രീസിയേഷൻ. ഏതൊക്കെ ഫിക്സഡ് അസറ്റ്? പേറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ് ഫിക്സഡ് അസറ്റാണ് അല്ലേ. ദെൻ അതുപോലെ തന്നെ പിന്നെ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഫിക്സഡ് അസറ്റാണ്. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഫിക്സഡ് അസറ്റാണ് 17,000. അപ്പോൾ 17,000ൻ്റെ 10% ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 29,000ൻ്റെ 10% ആണ്. പിന്നെ 4,830 പേറ്റൻസ് ആൻഡ് ട്രേഡ് അതിൻ്റെ 10% ആണ്. ഇത് കണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് അതിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എഴുതുമ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതുമ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ട് തയ്യാറാക്കി ഓരോന്നിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ച് ചെയ്താൽ അതാണ് അതിൽ വരുന്ന രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. പിന്നെ ഉള്ളത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രോഫിറ്റ്, അതായത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് വരച്ച് ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ചതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ പറഞ്ഞു. ആ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും കുറയ്ക്കേണ്ട എമൗണ്ടാണ് ഈ പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് ലെസ് പ്രൊവിഷൻ ഫോർ ടാക്സ് എഴുതും. 50% ആ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ 50% കണ്ടുപിടിച്ച് അവിടെ എഴുതാം, അത് കുറയ്ക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇടും. ഓക്കെ, എന്നിട്ട് ഈ പ്രൊവിഷൻ എവിടെ എഴുതണം? കറണ്ട് ലൈബിലിറ്റിയിലെ പ്രൊവിഷൻസ് എന്നൊരു ഹെഡ് ഉണ്ട്, അവിടെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റവും 2 പ്രാവശ്യം എടുക്കണം. ഇതൊന്ന് ചേഞ്ചസ് ഇൻ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചേഞ്ചസ് ഇൻ എൻട്രിയിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി വയ്ക്കും. പിന്നെ കറണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ കറണ്ട് അസറ്റിൽ റെക്കോർഡ് ചെയ്യും ഇൻവെൻട്രീസ്. ഇത് ഡിപ്രീസിയേഷൻ. ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ എഴുതും. അതിൻ്റെ എമൗണ്ടുകൾ ഓരോ അസറ്റ് 3 ഉണ്ട്, 3 ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, ടോട്ടൽ എടുക്കുക, വർക്കിംഗ് നോട്ട് തയ്യാറാക്കി, എന്നിട്ട് അത് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യാം. ദെൻ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇതെവിടെ എഴുതും? ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഏറ്റവും അവസാനം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ടാണ്. ആ എമൗണ്ടിൻ്റെ 50% കൊണ്ട് അവിടെ കുറയ്ക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അത് നമുക്ക് നമ്മൾ അതർ ഇക്വിറ്റിയിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം എടുക്കുന്നത് കറണ്ട് ലയബിലിറ്റിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൊവിഷൻസ് ഉള്ളൊരു ഹെഡ് ഉണ്ട്, അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പിന്നെ ഇഗ്നോർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അതായത് ഡിവിഡൻഡ് കൊടുത്തായിട്ട് ഇവിടെ പറയുന്നുണ്ട് 5,000. ആ ഡിവിഡൻഡ് കൊടുത്തതിന് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അറിയണം. അതായത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അറിയണം, കമ്പനി ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അറിയണം. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ടാക്സ്, ഒരു 17 സംതിങ് ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടി നമ്മൾ ഈ പറഞ്ഞ അതർ ഇക്വിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് കേൾക്കുക, കേട്ടിട്ട് ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം പ്രോബ്ലം ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.